KSUവിന്റെ പഠന ക്യാമ്പിലെ കൂട്ടത്തലിൽ നടപടിയെടുത്തതിൽ പ്രതികരിച്ച് അനന്തകൃഷ്ണൻ. പഠന ക്യാമ്പ് നടത്തിപ്പിലുണ്ടായ വീഴ്ച മറയ്ക്കാനും അലോഷ്യസ് സേവ്യറിന്റെ ക്രമക്കേടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതിലുമുള്ള പ്രതികാര നടപടിയാണ് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കം ചെയ്തതെന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയായിരുന്നു വിമർശനാത്മകമായ കുറിപ്പ് അനന്തകൃഷ്ണൻ പങ്കുവച്ചിരിക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന്റെ ക്യാമ്പ് നടത്തിപ്പിലുണ്ടായ വീഴ്ച മറയ്ക്കാനും കമ്മിറ്റികളിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകളും വീഴ്ചകളും ക്രമക്കേടുകളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതിലുള്ള പ്രതികാര നടപടിയാണ് തനിക്കെതിരെ ഉണ്ടായത്. തിരുവനന്തപുരത്ത് നടന്ന തെക്കൻ മേഖലാ ക്യാമ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് വാർത്ത ചോർത്തി എന്നതാണ് അനന്തകൃഷ്ണനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. അനന്തകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് NSUI നേതൃത്വം സസ്പെൻഡ് ചെയ്ത വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. തിരുവനന്തപുരത്ത് നടന്ന തെക്കൻ മേഖലാ ക്യാമ്പിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് വാർത്ത ചോർത്തി എന്നതാണ് എനിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം. ഇത്രയും കാലത്തെ സംഘടനാ പ്രവർത്തന കാലത്തിനിടയ്ക്ക് നാളിതുവരെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർക്കോ പോലീസിനോ എതിർ സംഘടനയ്ക്കോ സ്വന്തം പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത ചരിത്രം എനിക്കില്ല. പ്രസ്തുത സംഭവങ്ങൾക്ക് ശേഷം ക്യാമ്പ് ഹാളിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി കൂടിയിരുന്നു. അതിൽ ഞങ്ങൾ എല്ലാ ഭാരവാഹികളുടെയും ഫോൺ സംസ്ഥാന പ്രസിഡന്റ് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് കോൾ ലിസ്റ്റ്, വാട്സപ്പ്, ഫോട്ടോ, വീഡിയോ എന്നിവ പരിശോധിച്ചു. അതിൽ ഒരാളിൽ നിന്നും യാതൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ സംഭവം നടക്കുന്ന സമയം വീഡിയോ എടുത്തിരുന്ന ചിലരിൽ നിന്ന് സംസ്ഥാന ഭാരവാഹികൾ ഇടപെട്ട് ഡിലീറ്റ് ചെയ്തിരുന്നു. പിറ്റേ ദിവസം രാവിലെ പല ചാനലുകളിലും വീഡിയോ സഹിതം വാർത്തകൾ പുറത്തു വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അന്നേ ദിവസം രാവിലെ എന്നെ വിളിച്ചിരുന്ന KPCC മുൻ ഭാരവാഹിയോട് മാത്രം അവിടെ ചെറിയ വഴക്ക് നടന്നുവെന്നും ഒരാൾ ഹോസ്പിറ്റലിലുണ്ടെന്നും അയാളുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അല്ലാതെ ഒരു വിവരവും ആർക്കും കൈമാറിയിട്ടില്ല. 8 മണിക്ക് ശേഷം തിരുവനന്തപുരം ജില്ലയിലെ 2 മാധ്യമപ്രവർത്തകർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആ സമയം ക്യാമ്പിൽ ഇല്ലായിരുന്നെന്നും അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്നും ഞാൻ അവരോട് പറഞ്ഞു. പിന്നീട് ക്യാമ്പിൽ വെച്ച് സംസ്ഥാന പ്രസിഡന്റിനോട് എന്നെ വിളിച്ച മാധ്യമപ്രവർത്തകരുടെ പേരുകളും ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഞാനടക്കമുള്ളവരാണ് വാർത്ത ചോർത്തി നൽകിയതെന്ന ഒരു പ്രചരണം ചില സംസ്ഥാന ഭാരവാഹികൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം ഈ സമയമാണ് ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അദ്ദേഹത്തിന് ലഭിച്ച വാട്സപ്പ് സന്ദേശം ആരാണ് അയച്ചതെന്ന് കാണിച്ചു എന്നും തിരുവനന്തപുരത്തിന് പുറത്തുള്ള ഒരു ജില്ലാ ഭാരവാഹിയുടെ വാട്സപ്പ് സന്ദേശമാണ് വെളിവാക്കിയത് എന്നും അറിഞ്ഞു. ഈ വിവരമറിഞ്ഞ ഞാൻ എനിക്കെതിരെയുള്ള ആസൂത്രിത പ്രചരണം അവസാനിച്ചു എന്ന് കരുതിയിരുന്നപ്പോഴാണ് പിറ്റേന്ന് എന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി വരുന്നത്. ഇത് സംസ്ഥാന പ്രസിഡന്റിന്റെ ക്യാമ്പ് നടത്തിപ്പിലുണ്ടായ വീഴ്ച മറയ്ക്കാനും കമ്മിറ്റികളിൽ സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും വീഴ്ചകളും ക്രമക്കേടുകളും ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതിലുള്ള പ്രതികാര നടപടിയുമാണെന്നാണ് എനിക്ക് ബോധ്യം വന്നത്. സസ്പെൻഷൻ വിവരമറിഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ചപ്പോൾ ക്യാമ്പിൽ ധാരാളം പേർ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നാക്കുപിഴയിൽ ഞാൻ നിർവാജ്യം ഖേദിക്കുന്നു. എന്നെ ഒറ്റുകാരനാക്കി സസ്പെൻഡ് ചെയ്തതിനുള്ള മാനസിക സംഘർഷമാണ് അത്തരം നാക്കുപിഴ എന്നിൽ നിന്നുണ്ടാകുന്നതിന് ഇടയായത്. വാർത്ത ചോർത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് നടപടിയെന്നാണ്. എന്താണ് തെളിവുകൾ എന്ന് കുറഞ്ഞ പക്ഷം എന്നെയെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള മര്യാദ സംസ്ഥാന പ്രസിഡന്റ് കാണിക്കണം. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ഞാൻ ക്യാമ്പിൽ നടന്ന വിവരങ്ങൾ കൈമാറിയെന്ന് സംസ്ഥാന പ്രസിഡന്റിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. മറിച്ചാണെങ്കിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഒറ്റപ്പെട്ട ചിലർ ഉണ്ടാക്കിയ സംഘർഷം എല്ലാ തരത്തിലും സംഘടനയ്ക്ക് കളങ്കമുണ്ടാക്കിയിരുന്നു. അതിനു പിന്നാലെ ഉണ്ടായ പ്രതികാര നടപടിയുടെ വിഷമത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ നാക്കുപിഴയും പലതരത്തിലുള്ള പ്രയാസങ്ങൾക്ക് കാരണമായിട്ടുണ്ടെന്നറിയാം. അതിന് KSU പ്രവർത്തകരോട് ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു.